സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉടമ KD പ്രതാപൻ അറസ്റ്റിൽ. നിരവധി തവണ ചോദ്യം ചെയ്തതിന് ശേഷമാണ് ED അറസ്റ്റ് രേഖപ്പെടുത്തിയത്. വിനിത വിജയ് ഡൽഹിയിൽ ചേർന്നു. വിനിത, സംസ്ഥാനത്ത് ഏറ്റവും വലിയ ഇത്തരത്തിലുള്ള തട്ടിപ്പ് എന്ന ഖ്യാതി കൂടി നേടിയ ഒരു തട്ടിപ്പാണ്. ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിലൊക്കെ ഈ പ്രതാപൻ സഹകരിച്ചിരുന്നു. ഇപ്പോൾ അറസ്റ്റിലേക്ക് ED കടക്കുന്നതിനുണ്ടായ സാഹചര്യം, വിവരങ്ങൾ. സുഹൈൽ, തീർച്ചയായും കൃത്യമായിട്ടുള്ള തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അല്പസമയം മുൻപ് KD പ്രതാപന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസ്, അതായത് സംസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ ഒന്നാണ്. തുടക്കം മുതൽ തന്നെ ഈ തട്ടിപ്പിലൂടെ ലഭ്യമായിരിക്കുന്ന പണം ഈ KD പ്രതാപനും ഭാര്യ ശ്രീനയും വിദേശത്തേക്ക് കടത്തിയെന്ന ചില ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വളരെ വ്യക്തമായി ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ അന്വേഷണം നടത്തുകയും ഒപ്പം തന്നെ മറ്റിടങ്ങളിലേക്ക് ഉൾപ്പെടെ, അതായത് ഒരേ സമയം രാജ്യത്തെ വിവിധ ഇടങ്ങളിൽ, വിവിധ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് റെയ്ഡ് അടക്കം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനോടകം തന്നെ ചില പണം കണ്ടുകെട്ടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ വീണ്ടും KD പ്രതാപനെ വിളിച്ചു വരുത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. ഇന്ന് രാവിലെയും കൊച്ചിയിലെ ED ഓഫീസിൽ പ്രതാപനെ വിളിച്ചു വരുത്തി ED ചോദ്യം ചെയ്തിരുന്നു. ആ ചോദ്യം ചെയ്യൽ അല്പസമയം മുൻപാണ് അവസാനിച്ചത്. ചോദ്യം ചെയ്യലിനൊടുവിലാണ് ഇപ്പോൾ KD പ്രതാപന്റെ അറസ്റ്റ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭാര്യ ശ്രീനയും ഈ കേസിൽ ED നേരത്തെ തന്നെ നിരവധി തവണ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അറസ്റ്റിലേക്കടക്കം ഇപ്പോൾ ED എത്തിയിട്ടില്ല. ഈ കേസിലെ ആദ്യ അറസ്റ്റാണ് ഇപ്പോൾ KD പ്രതാപന്റെ അറസ്റ്റ് ED ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി ഏജന്റുകൾ, നിരവധി സാമ്പത്തിക ഇടപാടുകാർ, ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധി മൊബൈൽ ഫോണുകൾ, ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകൾ, ഇതൊക്കെ തന്നെ ED വളരെ വ്യക്തമായി ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ചില സാമ്പത്തിക ഇടപാടിൽ നിന്ന് ലഭ്യമായിരിക്കുന്നത് ചില പണം ഇവർ വിദേശത്തേക്ക് കടത്തി എന്നൊക്കെയാണ് EDക്ക് ആദ്യഘട്ടത്തിൽ ചില വിവരങ്ങൾ ലഭ്യമായിരുന്നത്. ഇതിനെ തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഹൈറിച്ച് കേസിൽ ECIR രജിസ്റ്റർ ചെയ്യുകയും തുടരന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നത്. ആദ്യഘട്ടത്തിൽ KD പ്രതാപനും ഭാര്യ ശ്രീനയും അന്വേഷണത്തോട് സഹകരിക്കാതെ ഇരുവരും ഒളിവിൽ പോയിരുന്നു ഈ കേസെടുത്തതിന് പിന്നാലെ. പക്ഷെ വീണ്ടും കോടതിയുടെയൊക്കെ ഒരു ഇടപെടൽ കൂടി ഉണ്ടായ പശ്ചാത്തലത്തിൽ അന്വേഷണവുമായി സഹകരിക്കാമെന്ന് അഭിഭാഷകൻ മുഖേന ഇരുവരും അറിയിക്കുകയും ചോദ്യം ചെയ്യലിന് എത്തുകയുമായിരുന്നു. പക്ഷേ ഈ കേസിൽ നിരവധി തവണയാണ് KD പ്രതാപനെ ED ചോദ്യം ചെയ്തത്. ഇന്നും അങ്ങനെ ഒരു ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. രാവിലെ കൊച്ചിയിലെ ED ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു KD പ്രതാപന്റെ ചോദ്യം ചെയ്യൽ. ആ ചോദ്യം ചെയ്യൽ ഇത് അവസാനിച്ചിരിക്കുന്നു. ആ ചോദ്യം ചെയ്യൽ അവസാനിക്കുമ്പോൾ അത് KD പ്രതാപന്റെ അറസ്റ്റിലേക്കടക്കം കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഈ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ ആദ്യ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ED വൃത്തങ്ങളിൽ നിന്നിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ കൂടുതൽ അറസ്റ്റ് അടക്കം വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം. സുഹൈൽ, വിനിത, തുടക്കത്തിൽ നിക്ഷേപ തട്ടിപ്പ് കേസായി വന്നാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്താണ്, FIR ഇട്ടാണ്, പിന്നീടാണ് ED ഏറ്റെടുക്കുന്നത്. ഇതിൽ മൊത്തത്തിൽ തട്ടിച്ച പണം കൂടുതലായി വിദേശത്തേക്ക് ബിറ്റ്കോയിൻ വഴിയൊക്കെ കടത്തി എന്ന രീതിയിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. അത്തരത്തിലുള്ള നിഗമനങ്ങൾ ഇപ്പോഴും EDയുടെ ഫൈൻഡിങ്സിലുണ്ടോ? തീർച്ചയായും സുഹൈൽ, അത്തരത്തിലേക്ക് ലഭ്യമായിരിക്കുന്ന, അതായത് ഈ ഹൈറിച്ച് കേസിൽ തട്ടിപ്പിലൂടെ ലഭ്യമായിരിക്കുന്ന പണം അത് വിദേശത്തേക്ക് കടത്തിയെന്നും ഒപ്പം തന്നെ മറ്റിടങ്ങളിലേക്ക് ഭൂമിയായി നിക്ഷേപിച്ചു എന്നുമാണ് EDക്ക് വിവരങ്ങൾ ലഭ്യമായിരുന്നത്. ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരേ സമയത്ത് പലയിടങ്ങളിലായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിവിധ യൂണിറ്റുകൾ അവിടെ എത്തി പരിശോധനകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. റെയ്ഡ് അടക്കം നടത്തിയിട്ടുണ്ടായിരുന്നു. ചില ഡോക്യുമെന്റ്സുകൾ ഉൾപ്പെടെ അവർ കണ്ടെടുക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ കൂടി പശ്ചാത്തലത്തിലാണ് വീണ്ടും KD പ്രതാപനെയും ഭാര്യയെയും വിളിച്ചു വരുത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ സാമ്പത്തിക ഇടപാടുകൾ, ഒപ്പം തന്നെ ഈ ലഭ്യമായിരിക്കുന്ന പണം, ആ പണത്തിന്റെ സ്രോതസ് എങ്ങനെയാണ്, അത് ഏതൊക്കെ തരത്തിൽ വിനിയോഗിച്ചു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ED വളരെ വ്യക്തമായി പരിശോധിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അറസ്റ്റിലേക്കടക്കം കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കൂടുതൽ പണം, ഈ തട്ടിപ്പിലൂടെ ലഭ്യമായിരിക്കുന്ന പണം വിദേശത്തേക്കടക്കം കടത്തിയെന്നും EDക്ക് വിവരം ലഭ്യമായിട്ടുണ്ട്. അത് സംബന്ധിച്ച് അത് സാധൂകരിക്കുന്ന ചില തെളിവുകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭ്യമായിരുന്നു. ഇതിന് പിന്നാലെയാണ് KD പ്രതാപനെ ചോദ്യം ചെയ്തത്. ഇപ്പോൾ അത് അറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നു. വിനിത വിജയാണ് വിവരങ്ങൾ നൽകിയത്. ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ ED അറസ്റ്റ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. KD പ്രതാപനെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന വാർത്തയുടെ വിശദാംശമാണ് വിനീത വിജി നൽകിയത്.